Good morning, students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് വിത്ത് സപ്പോർട്ട് സെറ്റിൽമെന്റ്. കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സ് നമ്മൾ പഠിച്ചിരുന്നത് ഡെറിവേഷൻ ഓഫ് ത്രീ മൊമെന്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് വിത്തൗട്ട് സപ്പോർട്ട് സെറ്റിൽമെന്റ്. സപ്പോർട്ട് സെറ്റിൽമെന്റ് വരാത്ത ബീംസിന്റെ അനാലിസിസ് യൂസിങ് ത്രീ മൊമെന്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിൽ സെറ്റിൽമെന്റ് വരുമ്പോൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ്. ഓക്കെ, സോ അതിൽ നിങ്ങൾ അറിയേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർഹാങ് ആണ്. എ ബി സി മൂന്ന് സപ്പോർട്ട്സ് ആണുള്ളത്. എ ബി സി ഇവിടുത്തെ ത്രീ മൊമെന്റ് ഇക്വേഷൻ എന്തായിരിക്കും? എം എ ഇൻറ്റു L1 by I1 plus 2 MB into L1 by I1 plus L2 by I2 plus MC into L2 by I2 is equal to 6E HA by L1 plus 6E HC by L2 minus 6A1 A1 by L1 I1 minus 6A2 A2 by L2 I2. Support A, B, C consider ചെയ്യുമ്പോൾ ഇതാണ് ത്രീ മൊമെന്റ് ഇക്വേഷൻ. അതുപോലെ സ്പാൻ എ ബി ആൻഡ് ബി സി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ത്രീ മൊമെന്റ് ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് സെറ്റിൽമെന്റിന്റെ കേസാണ്. ശ്രദ്ധിക്കുക, നമ്മൾ എ ബി സി എന്ന സപ്പോർട്ട്സ് ആണ് കൺസിഡർ ചെയ്തത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ മിഡിൽ സപ്പോർട്ടായ ബി സെറ്റിൽ ഡൗൺ ചെയ്യുന്നു എന്ന് കരുതുക. ക്ലിയർ ആവുന്നുണ്ടോ? മിഡിൽ സപ്പോർട്ടായ ബി സെറ്റിൽ ഡൗൺ ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയും ബിയുമായിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് അല്ലേ എച്ച് എ, അതുപോലെ സപ്പോർട്ട് സിയും ബിയും ആയിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് അല്ലേ എച്ച് സി. അപ്പോൾ എന്തായിരിക്കും എച്ച് എ ആൻഡ് എച്ച് സി? മിഡിൽ സപ്പോർട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ എച്ച് എ ആൻഡ് എച്ച് ബി വിൽ ബി പോസിറ്റീവ്. ഓക്കെ, മിഡിൽ സപ്പോർട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ എച്ച് എയും എച്ച് സിയും പോസിറ്റീവ് ആയിരിക്കും. കാരണം രണ്ട് എൻ സപ്പോർട്ട്സും മിഡിൽ സപ്പോർട്ടിന്റെ മേളിലല്ലേ. സോ ഇൻ ദാറ്റ് കേസ് എച്ച് എ ആൻഡ് എച്ച് സി വിൽ ബി പോസിറ്റീവ്. എപ്പോഴും ശ്രദ്ധിക്കുക, മൂന്ന് സപ്പോർട്ട്സിലെ മിഡിൽ സപ്പോർട്ട്സ് എവിടെയാണെന്ന് നോക്കുക. മിഡിൽ സപ്പോർട്ട് താഴെയാണ് കിടക്കുന്നതെങ്കിൽ എൻഡ് സപ്പോർട്ടുമായിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്തൊരു കേസ് ഞാൻ പറയാനായിട്ട് പോവാണ്. ഇഫ് സപ്പോർട്ട് സി സെറ്റിൽ ഡൗൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എ ബി സി എന്ന സപ്പോർട്ട്സിൽ സപ്പോർട്ട് സി ആണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ സപ്പോർട്ട് സി ആണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതെങ്കിൽ എച്ച് എ എന്തായിരിക്കും? എച്ച് എ വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താണ്? എച്ച് എന്ന് പറയുന്നത് എയും ബിയും ആയിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് ആണ്. എയും ബിയും ഒരേ പോയിന്റിലാവുമ്പോൾ എച്ച് എ വിൽ ബി ഈക്വൽ ടു 0. ഇനി ബിയും സിയും ആയിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് ആണ് എച്ച് സി. ശ്രദ്ധിക്കുക, എ ബി സി എന്ന സപ്പോർട്ടിൽ സി ആണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ നോക്കേണ്ട മിഡിൽ സപ്പോർട്ടാണ്. സി സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ മിഡിൽ സപ്പോർട്ട് എവിടെയാണ്? മേളിലാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് സി വിൽ ബി നെഗറ്റീവ്. എപ്പോഴും ശ്രദ്ധിക്കുക, മിഡിൽ സപ്പോർട്ടിന്റെ പൊസിഷൻ നോക്കുക. മിഡിൽ സപ്പോർട്ടിന് മേളിലോട്ട് വേണം നമ്മൾ റിലേറ്റീവ് ഹൈറ്റ് എടുക്കുന്നതെങ്കിൽ പോസിറ്റീവ്, മിഡിൽ സപ്പോർട്ടിന് താഴോട്ടാണ് റിലേറ്റീവ് ഹൈറ്റ് എടുക്കുന്നതെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ സി സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ ബി ആണ് മേളിൽ, സി താഴെയാണ്. അപ്പൊ മിഡിൽ സപ്പോർട്ടും സിയുമായിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് ആണ് എച്ച് സി. എച്ച് സി താഴോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ എച്ച് സി വിൽ ബി നെഗറ്റീവ്. ക്ലിയർ ആയോ? അപ്പോൾ സെറ്റിൽമെന്റിന്റെ സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റിൽമെന്റിന്റെ സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മിഡിൽ സപ്പോർട്ടിന്റെ പൊസിഷൻ നോക്കുക. മിഡിൽ സപ്പോർട്ട് മേളിലാണെങ്കിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സപ്പോർട്ട് താഴെയാണെങ്കിൽ റിലേറ്റീവ് ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. മിഡിൽ സപ്പോർട്ട് താഴെയാണ്, ബാക്കി രണ്ട് സപ്പോർട്ട്സ് മേളിലാണെങ്കിൽ റിലേറ്റീവ് ഹൈറ്റ്സ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും അത് ശ്രദ്ധിക്കുക. മിഡിൽ സപ്പോർട്ടിന് വിത്ത് റെസ്പെക്ട് ടു ആണ് നമ്മൾ റിലേറ്റീവ് ഹൈറ്റ്സിന്റെ സൈൻ കൺവെൻഷൻ കൊടുക്കുന്നത്. ഓക്കെ, സോ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് വിത്ത് സപ്പോർട്ട് സെറ്റിൽമെന്റ് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Analyze the continuous beam ABCD shown in figure. If support C settle downs by 5 mm, take E is equal to 15 kilonewton per mm square.
Moment of inertia is constant throughout and equal to 5 into 10 raised to 9 mm raised to 4. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ബീം തന്നിട്ടുണ്ട്, ഒരു കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർഹാങ്, സി ഡി എന്ന പോർഷൻ ഓവർഹാങ് ആണ്. സോ ഒരു കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർഹാങ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ബീമിന്റെ സി എന്ന സപ്പോർട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട് ബൈ 5 mm. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 15 kilonewton per mm square ആണ് തന്നിട്ടുണ്ട്. I throughout constant ആണ് and its value is 5 into 10 raised to 9 mm raised to 4. ഇത്ര കാര്യങ്ങൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബീം അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ബീമിലെ സപ്പോർട്ട്സിന്റെ ഫൈനൽ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പ്രോബ്ലത്തിൽ നിന്നും ഈ പ്രോബ്ലത്തിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ സപ്പോർട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് സെറ്റിൽമെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സൊല്യൂഷനിലോട്ട് കടക്കാം. ഇതൊരു 2 span കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർഹാങ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, സ്പാൻ എ ബി ആൻഡ് ബി സി കൺസിഡർ ചെയ്യുക. ഫോം ദി 3 moment ഇക്വേഷൻ. എന്തായിരുന്നു നമ്മുടെ 3 moment ഇക്വേഷൻ? എം എ ഇൻറ്റു L1 by I1 plus 2mb into L1 by I1 plus L2 by I2 plus mc into L2 by I2 is equal to 6eHA by L1 plus 6eHC by L2 minus 6a1 A1 by L1 I1 minus 6a2 A2 by L2 I2. അപ്പോൾ ഇതാണ് നമ്മുടെ 3 moment ഇക്വേഷൻ if we consider span AB and BC ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ്, അതായത് കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ആദ്യം ഓരോ സ്പാനിന്റെയും ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ഓരോ സ്പാനിലെയും ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിലെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഫോർ സ്പാൻ എ ബി എന്ന സ്പാനിൽ eccentric point load ആണ്. So your free moment diagram will be a triangle with maximum ordinate under the load and it is calculated by using the formula WAB by L. Value substitute here, you will get maximum ordinate as 40 kilonewton meter. Similarly for span BC എന്ന സ്പാനിൽ central point load ആണ്. So your free moment diagram will be a triangle with maximum ordinate under the load and it will be equal to WL by 4. Value substitute here, you will get 40 kilonewton meter. Okay, അപ്പോൾ free moment diagramത്തിലെ maximum ordinate കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് free moment diagram വരയ്ക്കാമല്ലോ. So next step is draw the free moment diagram. Then free moment diagram വരച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓരോ സ്പാനിലെയും free moment diagramത്തിലെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. So first for span AB എന്താണ് centroidal distance calculate ചെയ്യാനുള്ള formula for eccentric loading? Centroidal distance from support A is equal to A plus L by 3. Value substitute here, you will get small a1 is equal to 10 by 3 meter. Similarly area calculate here by using the formula half into L into WAB by L. Value substitute here, you will get area 120 meter square. Similarly for span BC central point load ആണ്. So your centroidal distance from support C will be equal to L by 2. That is A2 is equal to L by 2. Value substitute here, you will get A2 as 2 meter. Similarly, area calculate here by using formula half L into WL by 4. Value substitute here, you will get A2 as 80 meter square. Clear ആയോ? അപ്പോൾ സപ്പോർട്ട് സെറ്റിൽമെന്റിന്റെ കേസിലാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ഓരോ സ്പാനിലെയും ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് തന്നേക്കുന്ന ബീമിന്റെ എ ബി എന്ന സ്പാനിലെയും ബി സി എന്ന സ്പാനിലെയും ഫ്രീ മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരച്ചു. ഓരോ പോർഷനിലെയും ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ 3 moment ഇക്വേഷൻ എഴുതാം. ഞാനിവിടെ 3 moment ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ എം എ നമുക്കറിയാം. നിങ്ങളുടെ ബീം ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എ ശ്രദ്ധിച്ചേ, സപ്പോർട്ട് എ എന്ത് സപ്പോർട്ടാണ്? സിമ്പിൾ സപ്പോർട്ടാണ്. സോ എം എ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി
MB മിഡിൽ സപ്പോർട്ടാണ്, നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി സിയിലോട്ട് പോവാം. സപ്പോർട്ട് സി എൻഡ് സപ്പോർട്ടാണ്, പക്ഷെ സി കഴിഞ്ഞ് ഓവർഹാങ്ങിങ് പോർഷൻ വരുന്നുണ്ട്. ഇപ്പോൾ സി കഴിഞ്ഞ് ഓവർഹാങ്ങിങ് പോർഷൻ ഇല്ലായിരുന്നുവെങ്കിൽ MC will be equal to 0. പക്ഷെ സി എന്ന സപ്പോർട്ട് കഴിഞ്ഞിട്ട് ഒരു ഓവർഹാങ്ങിങ് പോർഷൻ CD ഉള്ളത് കാരണം MC will be equal to B moment of that overhang. Okay, അപ്പോൾ MC എന്ന് പറയുന്നത് CD എന്ന ഓവർഹാങ്ങിന്റെ മൊമെന്റ് ആണ്. That is simply 20 into 2. ക്ലിയർ ആയോ? സി എന്ന സപ്പോർട്ട് കഴിഞ്ഞ് ഓവർഹാങ് വരുന്നത് കൊണ്ടാണ് സിയിലെ മൊമെന്റ് എന്ന് പറയുന്നത് ഓവർഹാങ്ങിങ് പോർഷനിലെ മൊമെന്റ് ആയിരിക്കും. That is MC is equal to 20 into 2. ഇനി ശ്രദ്ധിക്കുക, സൈൻ കൺവെൻഷൻ എടുക്കുമ്പോൾ സിയുടെ റൈറ്റ് സൈഡ് മൊമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ MC is നെഗറ്റീവ്. സിയുടെ ലെഫ്റ്റ് സൈഡ് ആയിരുന്നു നമ്മൾ മൊമെന്റ് എടുക്കുന്നത് എങ്കിൽ മൊമെന്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇപ്പോൾ സിയുടെ റൈറ്റ് സൈഡ് ആണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്, കാരണം സിയുടെ റൈറ്റ് ആണ് ഓവർഹാങ്ങിങ് പോർഷൻ വന്നിരിക്കുന്നത്. സോ MC is നെഗറ്റീവ്. ഇനി നമ്മൾ DC ആയിരുന്നു എടുത്തിരുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരുന്നേനെ. ഓക്കെ, ഇപ്പൊ നമ്മൾ CD എടുത്തത് കൊണ്ടാണ് നെഗറ്റീവ് ആയത്. സോ MC is equal to -20 into 2, that is -40 kilonewton meter. Okay, ഇനി നെക്സ്റ്റ് സപ്പോർട്ട് സി സെറ്റിൽ ഡൗൺ ചെയ്യാണ്. സോ മിഡിൽ സപ്പോർട്ട് B ആണ്. ABC എന്ന സപ്പോർട്ടിലെ മിഡിൽ സപ്പോർട്ട് B ആണ്. മിഡിൽ സപ്പോർട്ടിന്റെ താഴെയാണ് സപ്പോർട്ട് C വരുന്നത്. സോ BC ആയിട്ടുള്ള റിലേറ്റീവ് ഹൈറ്റ് HC ആണ്. And HC will be equal to -5 mm, that is -0.005 meter. ക്ലിയർ ആയോ? മിഡിൽ സപ്പോർട്ടിന്റെ താഴെയാണ് എൻഡ് സപ്പോർട്ട് C വരുന്നത്. സോ റിലേറ്റീവ് ഹൈറ്റ് വിൽ ബി നെഗറ്റീവ്. ഇനി മിഡിൽ സപ്പോർട്ടും എൻഡ് സപ്പോർട്ട് Aയും ഒരേ ലെവലിലാണ്. സോ H will be equal to 0. ഓക്കെ, സോ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓൾറെഡി A1, A2, A2 നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ഫൈൻഡ് MB. ഓക്കെ, അപ്പോൾ 3 മൊമെന്റ് ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് MB കിട്ടും. MB will be 52.125 kilonewton meter. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സെറ്റിൽമെന്റ് വരുന്ന കേസിൽ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിഡിൽ സപ്പോർട്ട് കമ്പയർ ചെയ്യുക. മിഡിൽ സപ്പോർട്ട് നിന്നും എൻഡ് സപ്പോർട്ട് താഴെയാണെങ്കിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. മിഡിൽ സപ്പോർട്ടിന്റെ മേളിലാണ് എൻഡ് സപ്പോർട്ട്സ് വരുന്നതെങ്കിൽ റിലേറ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് സെറ്റിൽമെന്റിന്റെ കേസിലെ പ്രോബ്ലംസ് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Draw the bending moment diagram. Bending moment diagram will be the difference between free moment diagram and final end moment diagram. Already free moment diagram നമ്മൾ വരച്ചിട്ടുണ്ട്. Final moment diagram കൂടെ വരയ്ക്കാം. You will get the real bending moment diagram. Okay, so ഇങ്ങനെയാണ് statically indeterminate beams with support settlement analyze ചെയ്യുന്നത്. Okay. The next problem, settlement വരുന്ന ഒരു problem തന്നെയാണ്. Analyze the continuous beam ABCD shown in figure. If support B sinks by 10 mm by using 3 moment equation, take E is equal to 15 kilonewton per mm square. Moment of inertia is constant throughout and equal to 4 into 10 raised to 9 mm raised to 4. ഒരു continuous beam തന്നിട്ടുണ്ട്. ബീമിൽ ലോഡിംഗ് ഒന്നും തന്നെ ഇല്ല. സെറ്റിൽമെന്റ് B സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട് by 10 mm. 3 moment equation യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഇയും തന്നിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ബീമിൽ എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും തന്നെ തന്നിട്ടില്ല. എക്സ്റ്റേണൽ ലോഡ് ഇല്ല എങ്കിൽ ഫ്രീ മൊമെന്റ് ഡയഗ്രം നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഫ്രീ മൊമെന്റ് ഡയഗ്രം വരയ്ക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ലോഡിംഗ്, എക്സ്റ്റേണൽ ലോഡിംഗ് ഒന്നും തന്നെ തന്നിട്ടില്ല എങ്കിൽ ഫ്രീ മൊമെന്റിന്റെ കാര്യം ഒന്ന് മറന്നേക്കാം. കാരണം എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്.
ഇവിടെ external loads ഒന്നും തന്നെ ഇല്ല. So ഇവിടെ free moment diagram വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ബീമിൽ final end moments മാത്രമേ ഉള്ളൂ. Okay. അപ്പോൾ സൊല്യൂഷനിലോട്ട് കിടക്കാം. ആദ്യമേ എന്ത് ചെയ്യാം? ഇക്വേഷൻ ഫോം ചെയ്യുക. 3 moment ഇക്വേഷൻ ഫോം ചെയ്യുക. ഇവിടെ ഒരു 3 span continuous beam ആണ് തന്നിരിക്കുന്നത് with an overhanging portion. Okay. First consider span AB and BC. AB and BC എന്ന span consider ചെയ്യുക. Free moment diagramത്തിന്റെ ആവശ്യമൊന്നുമില്ല. Finally നമുക്ക് 3 moment equation apply ചെയ്യാം. ABC എന്ന supports consider ചെയ്യുമ്പോൾ MA 0 ആണ്. B എന്ന support ആണ് settle down ചെയ്യുന്നത്. So A യും B യുമായിട്ടുള്ള relative height HA. Middle supportന്റെ മേളിലാണ് end support. So HA is positive. Similarly, middle supportന്റെ മേളിലാണ് end support C വരുന്നത്. So HC again positive. Okay. So MA, HC, HA calculate ചെയ്യാം. Finally, 3 moment equationൽ ഈ values substitute ചെയ്യാം. Simplify ചെയ്യാം. Finally, form an equation in terms of MB and MC. MB യുടെയും MC യുടെയും termൽ equation form ചെയ്യാം. You will get 14 MB plus 3 MC is equal to 1500. Okay. For span AB and BC, 3 moment equation simplify ചെയ്യാം. MB and MC യുടെ termൽ ഒരു equation form ചെയ്യാം. Put it as equation number 1. Okay. The next step എന്താണ്? Consider span BC and CD. BC and CD എന്ന span consider ചെയ്യുക. Again 3 moment equation form ചെയ്യുക. MD 0 ആണ്. കാരണം D എന്ന support കഴിഞ്ഞ് ഒരു overhanging portion ആണ് വരുന്നത്. Overhanging portionൽ load ഒന്നും ഇല്ലാത്തത് കാരണം MD എന്തായിരിക്കും? Will be equal to 0. ഇനി B, C, D എന്ന support consider ചെയ്യുമ്പോൾ end support B ആണ് settle down ചെയ്യുന്നത്. So B യും C യുമായിട്ടുള്ള relative height ആണ് HB എന്ന് പറയുന്നത്. Middle supportന്റെ താഴെയാണ് B എന്ന end support വരുന്നത്. B, C, D എന്ന 3 supports consider ചെയ്യുമ്പോൾ middle support C ആണ്. C യുടെ താഴെയാണ് B എന്ന support വരുന്നത്. So HB is equal to minus 10 mm or minus 0.01 meter. Okay, അത്രയും clear ആയോ? Middle support ആണ് എപ്പോഴും നോക്കുന്നത്. Middle supportന്റെ താഴെയാണ് end support ആയ B വരുന്നത്. So HB is negative. Then next step എന്താണ്? HD. HD 0 തന്നെയാണ്. കാരണം middle support ആയ C യും D യും ഒരേ ലൈനിലാണ്. So HD will be equal to 0. Then എന്ത് ചെയ്യുക? 3 moment equationൽ value substitute ചെയ്യുക. Simplify ചെയ്യുക. Finally, you will get an equation in terms of MB and MC. You will get 3 MB plus 14 MC is equal to minus 600. Put it as equation number 2. ഇനി എന്ത് ചെയ്യുക? First equation and second equation compare ചെയ്യുക. 2 equation, 2 unknowns. Solve ചെയ്യുക. You will get MB is equal to 121.925 kilonewton meter and MC is equal to minus 68.984 kilonewton meter. Okay. അപ്പോൾ ഇങ്ങനെയാണ് ഒരു continuous beam with settlement using 3 moment equation solve ചെയ്യുന്നത്. Okay. അപ്പോൾ final moment കിട്ടിക്കഴിഞ്ഞാൽ next step draw the bending moment diagram. ഇവിടെ bending moment diagram വരയ്ക്കാനായിട്ട് external load ഒന്നും ബീമിൽ ഇല്ലാത്ത കാരണം free moment diagramത്തിന്റെ ആവശ്യമില്ല. Simply draw the final moment diagram. Okay. So ഇങ്ങനെയാണ് statically indeterminate ആയിട്ടുള്ള continuous beam with support settlement analyze ചെയ്യുന്നത്. Okay. Thank you.